ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ് നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത അടക്കം ഉള്ളവരെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യുമെന്നാണ് D. ബിനോയ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മെമ്മറി കാർഡും പെൻഡ്രൈവും ഹാജരാക്കാൻ ഹൈക്കോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി. മുദ്രവച്ച കവറിൽ 1 മാസത്തിനകം ഹാജരാക്കണം. ജസ്റ്റിസ് CS ഡയസ് ആണ് കേസ് പരിഗണിച്ചത്. അന്വേഷണ റിപ്പോർട്ടിൽ എതിർപ്പുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഫോറൻസിക് പരിശോധനയിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് അതിജീവിതയുടെ അഭിഭാഷക അറിയിച്ചു. ഹർജിക്കാരിക്ക് പ്രഥമദൃഷ്ട്യാ ഇടക്കാല ഉത്തരവിന് അർഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി കോടതി സ്വീകരിച്ചത്. എതിർകക്ഷികളോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രധാന തൊണ്ടി മുതലായ മെമ്മറി കാർഡ് വിവിധ കോടതികളുടെ കസ്റ്റഡിയിലിരുന്നപ്പോൾ ആരൊക്കെയോ കണ്ടുവെന്നും സ്വകാര്യതയുടെ ലംഘനമുണ്ടായി എന്നുമാണ് ഹർജിക്കാരിയുടെ പരാതി. കേസ് കേൾക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ പിന്മാറിയിരുന്ന കാര്യം കൂടി ഓർക്കുക.